ഇൻഫോപാർക്കിൽ ആയിരുന്ന 4 വാക്കൻസീസും ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആദ്യത്തെ വാക്കൻസി എന്ന് പറയുന്നത് പ്രോസസ് അസോസിയേറ്റ് ആണ്. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ എനി ഡിഗ്രി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണ്. മാത്രമല്ല അവിടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ്. അതായത് ഫ്രഷറിനെയും ഒരു ഹയർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വാക്കൻസി എന്ന് പറയുന്നത് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. സോ എസ്പെഷ്യലി നിങ്ങൾ BCom BBA കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസി ആയിരിക്കും. മൂന്നാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ഫിനാൻസ് ഫംഗ്ഷൻ അനലിസ്റ്റ് ആണ്. എക്സ്പീരിയൻസ് പറയുന്നത് 0 to 3 years ഓഫ് എക്സ്പീരിയൻസ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിനാൻസ്, അക്കൗണ്ടിങ് ഓർ IT. അതുമാത്രമല്ല ഇവിടെ എക്സ്പീരിയൻസിൽ 0 to 3 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഫ്രഷർ റോൾ ഓൾസോ വെൽക്കം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ഫിലിം എഡിറ്റിംഗ് ഓർ വീഡിയോ എഡിറ്റിംഗ് ഇൻറ്റേൺ ആണ്. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഡിപ്ലോമ ഓർ ഡിഗ്രി. സോ നിങ്ങളുടെ കയ്യിൽ എഡിറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സ്കിൽസും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റേൺഷിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ വേക്കൻസിയായ പ്രോസസ് അസോസിയേറ്റ്. ഇവിടെ 5 വേക്കൻസീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് പോയി നോക്കാം. പെർഫോം ഡാറ്റ എൻട്രി ടാസ്ക് അക്യുറേറ്റ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി, പ്രോസസ് മോർട്ടേജ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ, എൻഷുർ കംപ്ലയൻസ് വിത്ത് കമ്പനി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് റെക്കോർഡ്സ് ആർ റിക്വയർഡ്, കൊളാബറേറ്റ് വിത്ത് ടീം മെമ്പേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ടു അച്ചീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഗോൾ. 5 കീ റെസ്പോൺസിബിലിറ്റീസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള 5 പോയിൻറ്റ്സ് നിന്നും കീവേഡ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് CV പ്രിപ്പയർ ചെയ്യാം. എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി മതി. കാൻഡിഡേറ്റ് ഫ്രം നിയർ ബൈ ലൊക്കേഷൻ ഇൻ കൊച്ചി ആർ പ്രിഫേർഡ്. സ്ട്രോങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഗുഡ് ഓർഗനൈസേഷൻ സ്കിൽ, ബേസിക് നോളജ് ഓഫ് MS ഓഫീസ് ആൻഡ് ഡാറ്റ എൻട്രി ടൂൾസ്. ബേസിക്കായിട്ട് ഡാറ്റ എൻട്രി ടാസ്ക് ആയിരിക്കും. സോ ബേസിക് കമ്പ്യൂട്ടർ നോളജ് മതി എന്നാണ് അവിടെ പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് CV പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം CV ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വാക്കൻസി എന്ന് പറയുന്നത് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. എക്സ്പീരിയൻസ് 1 year ചോദിക്കുന്നുണ്ട്. സാലറി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. മാനേജ് ഡെയിലി അക്കൗണ്ടിങ് ഓപ്പറേഷൻസ് ഇൻക്ലൂഡിംഗ് അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ ആൻഡ് ജനറൽ ലെഡ്ജർ, റെക്കോർഡ് ആൻഡ് റീകൺസൈൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് ഷെഡ്യൂൾസ്, process vendor invoices, employee reimbursement and customer payments, assist in monthly, quarterly and annual closing activities, reconcile bank statements and ensure proper documentation of financial record, support internal and external audit by providing necessary documents, ensure compliance with the accounting standards, coordinate with the internal teams to resolve accounting discrepancies, maintain കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. ഇവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളും അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾ ഗ്രാജുവേഷൻ BCom അല്ലെങ്കിൽ BBA കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണത്. നിങ്ങൾ CV പ്രിപ്പയർ ചെയ്തതിന് ശേഷം CV ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ഫിനാൻസ് അനലിസ്റ്റ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 0 to 3 years ഓഫ് എക്സ്പീരിയൻസ് മതി എന്ന് പറയുന്നുണ്ട്. ഇവിടെ കീ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എക്സ്പീരിയൻസ് പറയുന്നത് എ മിനിമം ഓഫ് 0 to 3 years ഓഫ് ഹാൻഡ്സ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് ഫ്രഷർക്ക് അതായത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണ്. കാരണം ഇവിടെ ഫ്രഷേഴ്സ് ആർ ഓൾസോ വെൽക്കം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ടെക്നിക്കൽ കൊളാബറേഷനിൽ പ്രൂവൺ എബിലിറ്റി ടു വർക്ക് വിത്ത് ടെക്നിക്കൽ ടീം, strong analytical and problem solving skill, excellent verbal and written communication skill, bachelor's degree in finance, accounting, information technology or related fields preferred എന്ന് പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ. മാത്രമല്ല സർട്ടിഫിക്കേഷനിൽ ഒറാക്കിൾ സർട്ടിഫിക്കേഷൻ ഇൻ ഫിനാൻസ് മൊഡ്യൂൾ ഈസ് എ പ്ലസ്. വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് CV പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അതിനുശേഷം CV ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർത്ത് ജോബ് റോൾ പറയുന്നത് ഫിലിം എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആണ്. ഇതൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ ഫിലിം എഡിറ്റിംഗ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രഷേഴ്സ് വിത്ത് റെലവൻറ്റ് സ്കിൽസ് ആർ എൻകറേജ് ടു അപ്ലൈ. സോ ഫ്രഷ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ പറ്റുന്ന വാക്കൻസി ആയിരിക്കും. ഇവിടെ ബേസിക്കായിട്ട് 3 റിക്വയർമെൻറ്റ്സേ പറയുന്നുള്ളൂ. ബേസിക് നോളജ് ഓഫ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ സച്ച് ആസ് ഫൈനൽ കട്ട് പ്രോ, ഡാവിഞ്ചി റിസോർട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 ടൂൾസിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. വില്ലിങ്നെസ് ടു ലേൺ ആൻഡ് കൊളാബറേറ്റ് ഇൻ എ ടീം എൻവയോൺമെൻറ്റ്. ഇത് മാത്രമാണ് ഇവിടുത്തെ റിക്വയർമെൻറ്റ്സിൽ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് CV പ്രിപ്പയർ ചെയ്തതിന് ശേഷം CV ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും.